ഇന്ന് ശിശുദിനായിട്ട് ഞങ്ങൾ അംഗനവാടിക്ക് പോവാണ് ഗൈസ്. ജന്നക്കിന് ഭയങ്കര മടിയാണ് അംഗനവാടിക്ക് പോകാൻ. അപ്പൊ നോളെ ശിശുദിനത്തിന് കൊണ്ടേക്കാണ്. ബാബാ അംഗനവാടിക്ക് പോവാ. ഇങ്ങോട്ട് നോക്കടേ. പൂവൊക്കെ കാണിച്ചു കൊടുത്താ? എന്റെ പൂവ് കാണിച്ചു കൊടുത്താ? ഓ ഗായ്സ്, പൂവൊക്കെ ഉണ്ട് ഞങ്ങളടുത്ത്. പായസം കിട്ടൂലെന്ന്. അംഗനവാടിക്ക് എത്തിക്കണെങ്കിലും ഓള് ഉള്ളിൽ കയറാനുള്ള പരിപാടിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി അടുക്കളയിലൊന്ന് പോയി നോക്കി ശിശുദിനായിട്ട് ഇന്ന് എന്താണ് സ്പെഷ്യല്. അപ്പൊ അകത്ത് പോയപ്പോ നല്ല മണം. സംഭവം മറ്റൊന്നുമല്ല, അണ്ടിപ്പരിപ്പും മുന്തിരി നല്ല നെജ്ജിൽ പൊരിച്ച് വെച്ചിക്കണ്. അത് രണ്ടെണ്ണം എടുത്തുനിന്ന് ഞാൻ അംഗനവാടിന്റെ അകത്തൊന്ന് പോയേക്കാം. നല്ല അടിപൊളിയായിക്കണ്. അടിഭാഗത്ത് നല്ല കത്തും വെച്ചിക്കണ്. അതുപോലെ നല്ല പെയിന്റിങ് ഒക്കെ ചെയ്ത് മനോഹരമായിരിക്കണ്. കുട്ടികളൊക്കെ നല്ല വെള്ളയൊക്കെ ഇട്ട് കണ്ട് ഇവിടെ നല്ല കളിയും ചീറിയൊക്കെയാണ്. ഇവലെയും കൊണ്ട് നമുക്ക് പുറത്തൊക്കെ ഒരു ഘോഷയാത്ര പോകണം. ഞാൻ പോരലില്ല അംഗനവാടിക്ക്, പെണ്ണുങ്ങളാണ് പോരല്. ഇപ്രാവശ്യം ഞാൻ തന്നെ പോന്നു, കുട്ടികളെ പരിപാടിയൊക്കെ കാണാനോ. അതുപോലെ ഘോഷയാത്രയൊക്കെ കാണാം. അത് കഴിഞ്ഞാണ്ട് ഞാൻ പുറത്തിറങ്ങി വെക്കുമ്പോഴാണ് ഈ സാധനം കണ്ടത് അംഗനവാടിയിൽ. അമരക്ക എന്നാണ് ഇതിന് പറയാ. പക്ഷെ ഇത്ര വലുത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഘോഷയാത്രക്ക് സമയം വൈകിയപ്പോൾ ഞാൻ പുറത്തു പോയി വന്നപ്പോൾ തന്നെ പോലെ ഘോഷയാത്ര പുറപ്പെട്ടിരിക്കണ്. അത് അങ്ങാടിയിലെത്തിക്കണ്. അവിടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ്. മുട്ടായിട്ടില്ലേ? മുട്ടായി അടിക്കാ. ഘോഷയാത്ര അങ്ങാടിയിലെത്തിയിട്ടും കുട്ടികൾക്ക് സ്വീകരണമൊന്നും കിട്ടിയില്ല. എല്ലാ കൊല്ലം ക്ലബ്ബുകാരോ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് യൂണിയനോ കുട്ടികൾക്ക് സ്വീകരണം മുട്ടായിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം അവരെ ശ്രദ്ധയിൽ പെടായിട്ടായിരിക്കാം. അംഗനവാടിയിലെ കുട്ടികൾക്കായിട്ടുള്ള പായസം ഒരുക്കിയിരിക്കുന്നത് മാസ് ക്ലബ്ബാണ്. നാട്ടിലെ ക്ലബ്ബായ മാസ് ക്ലബിന്റെ വകയാണ് പായസം. ചെറിയ കുട്ടികളല്ലേ, ഓല് ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓൽക്കിപ്പോൾ മുട്ടായിയൊക്കെ വലുതല്ലേ. അപ്പൊ ഞാൻ ഏതായാലും ഒരു മുട്ടായി വാങ്ങി വിതരണം ചെയ്യാനെഴുതി. മുട്ടായിയൊക്കെ കിട്ടിയപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ഓണായി. പിന്നെ ഞാൻ ഈ ചെയ്യണത് ഇതൊരു വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമൊന്നുമല്ല, ഇതിൻ്റെ ലൈഫ് സ്റ്റൈലാണ്. ഞാൻ കൂടുതൽ സമയം കുട്ടികളൊപ്പം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് കുട്ടികളെല്ലാ പരിപാടിയിലും എൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഞാൻ മുട്ടായി കൊടുത്ത് വിതരണം അപ്പോത്തിന് അതാ സ്റ്റാർ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ നേരിട്ട് വന്നിട്ട് മുട്ടായി കുട്ടിയാൾക്ക് കൊടുക്കുന്നുണ്ട്. അത് ഏറെ സന്തോഷം നൽകി. കാരണം നമ്മൾ ഇവിടുന്ന് ഒരു സ്വീകരണം കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു നിരാശയിൽ നിൽക്കുമ്പോഴാണ് ഡോക്ടർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകാണ്ട് കുട്ടികൾക്കായിട്ട് നേരിട്ട് മുട്ടായി വിതരണം നടത്തി. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങാടിയത്തെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി ജാഥഞ്ഞ് തിരിച്ച് അംഗനവാടിക്ക് തന്നെ പോവാണ്. നമ്മളവിടെ എത്തുമ്പോഴത്തിന് നല്ല ചൂട് പായസം റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ശിശുദിനാശംസകൾ.